പമ്പ. കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദിയാണ് ഇത് പമ്പ എന്ന് പറയുന്നത്. അതുപോലെ തിരുവിതാംകൂറിന്റെ ജീവനാഡിയും കൂടിയാണ് ഇത് പമ്പ എന്ന് പറയുന്നത്. പിന്നെ പ്രാചീന കാലത്ത് പമ്പ അറിയപ്പെട്ടിരുന്ന എന്തുവാ? ബാരിസ് എന്നാണ് പമ്പ അറിയപ്പെട്ടിരുന്നത്. അതുപോലെ ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെട്ടിരുന്ന നദിയും കൂടിയാണ് പമ്പ. ശബരി ഡാം, കക്കാൾ ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്ന നദിയാണ് പമ്പ. അപ്പൊ പമ്പ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദിയാണ്. അതുപോലെ തിരുവിതാംകൂറിന്റെ ജീവനാഡിയാണ്. അതുപോലെ പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരിക്കുന്ന നദിയും കൂടിയാണ് പമ്പ. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെട്ട നദിയാണിത് പമ്പ. പിന്നെ അതുപോലെ ഏതൊക്കെ ഡാമുകൾ ഉണ്ട് പമ്പയില്? ശബരി ഡാമും കക്കാട് ഡാമും ആണ് ഇവിടെ പമ്പയിലുള്ളത്. അതുപോലെ മാരാമൻ കൺവെൻഷൻ, ചെറുകോൽ പുഴ, ഹിന്ദുമത സമ്മേളനം എന്നിവ നടക്കുന്ന നദീതീരമാണ്. അപ്പം മാരാമൻ കൺവെൻഷനും ചെറുകോൽ ഹിന്ദുമത സമ്മേളനവും ഒക്കെ നടക്കുന്ന നദീതീരം കൂടിയാണ് ഏത്? പമ്പ. അതുപോലെ ശബരിമല, എടത്വാ പള്ളി എന്നീ തീർത്ഥാടനങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരവും കൂടിയാണ് ഏത്? പമ്പ എന്ന് പറയുന്നത്. അപ്പൊ പമ്പയില് ഏതൊക്കെ തീർത്ഥാടന കേന്ദ്രങ്ങളുള്ള? ശബരിമലയും അതുപോലെ എടത്വാ പള്ളിയും. ഓക്കെ, അപ്പം കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദിയാണ് ഇത്? പമ്പ. അതുപോലെ തിരുവിതാംകൂറിന്റെ ജീവനാഡിയാണ്. പ്രാചീന കാലത്ത് എന്ത് പേരിലാണ് പമ്പ അറിയപ്പെട്ടിരുന്നത്? ബാരിസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെട്ടിരുന്ന നദിയും കൂടെയാണ് പമ്പ. ഏതൊക്കെ ഡാമുകൾ ഉണ്ടായിരുന്നു? ശബരി ഡാം, കക്കാട് ഡാം, അതുപോലെ മാരാമൻ കൺവെൻഷൻ, ചെറുകോൽ പുഴ, ഹിന്ദുമത സമ്മേളനം ഒക്കെ നടന്നുകൊണ്ടിരുന്നത് പമ്പാ തീരത്തായിരുന്നു. പിന്നെ അതുപോലെ ഏതൊക്കെ തീർത്ഥാടന കേന്ദ്രങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്? ശബരിമല, എടത്വാ പള്ളി. ഉം. പമ്പാ നദി ഉത്ഭവിക്കുന്നത് എവിടെയാ? പമ്പാ നദി ഉത്ഭവിക്കുന്നത് എവിടെയാ? പുളിച്ചിമലയില. പുളിച്ചിമലയിലാണ് പമ്പാ നദിയുടെ ഒറിജിൻ എന്ന് പറയുന്നത്. പുളിച്ചിമല എന്ന് പറയുന്നത് പീരമേട് പീഠഭൂമി. അതെവിടെ? ഇടുക്കിയിലാ. ഇടുക്കിയിലെ പിരമേഡ് പീഠഭൂമിയിലാണ് എന്ത്? പുളിച്ചിമല. അപ്പൊ പമ്പാ നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് പുളിച്ചിമല. പമ്പാ നദി പതിക്കുന്നത് എവിടെയാ? വേമ്പനാട് കായലിലാണ് പതിക്കുന്നത്. ഒറിജിൻ എവിടെയാണ്? പുളിച്ചിമലയില്. പമ്പാ നദി പതിക്കുന്നത് വേമ്പനാട് കായലിൽ. ഉം. പമ്പാ നദി പതിക്കുന്നത് വേമ്പനാട് കായല്. ഇനി പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് കുട്ടനാട്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് കുട്ടനാട്. ഇനി പമ്പയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാ? അച്ചൻകോവിലാറ്, കക്കിയാറ്, കല്ലാറ്, അഴുതയാറ്, മണിമലയാറ്. ഏതൊക്കെയാ? അച്ചൻകോവിലാറ്, കക്കിയാറ്, കല്ലാറ്, അഴുതയാറ്, മണിമലയാറ്. ഇപ്പൊ പമ്പാ നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് പുളിച്ചിമല, പിരമേഡ് പീഠഭൂമിയുടെ ഇടുക്കിയില്. ഇടുക്കി. പമ്പ നദി പതിക്കുന്നത് വരെ വേമ്പനാട് കായല്. പമ്പ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് കുട്ടനാട്. അതുപോലെ പമ്പയുടെ പ്രധാന പോഷക നദികളാണ് എന്ത്? അച്ചൻകോവിലാറ്, കക്കിയാറ്, കല്ലാറ്, അഴുത്തയാറ്, മണിമലയാറ്. ഓക്കെ, ഇനി പമ്പ ഒഴുകുന്ന ജില്ലകൾ. പമ്പ ഒഴുകുന്ന ജില്ലകൾ ഏതാ? ഉം. പമ്പ ഒഴുകുന്ന ജില്ലകളാണ് അതെ, പത്തനംതിട്ട, ഉം, പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ.
ആലപ്പുഴ. അപ്പം പമ്പാ നദി ഒഴുകുന്ന ജില്ലകളാണ് ഏതൊക്കെ? പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി. അതുപോലെ പമ്പാ നദിയിലെ പ്രധാന വെള്ളച്ചാട്ടമാണ് പെരുന്തേനരുവി. പെരുന്തേനരുവി എവിടെയാ? പത്തനംതിട്ടയിലാണ് പെരുന്തേനരുവി ഉള്ളത്. അപ്പം പമ്പാ നദി ഒഴുകുന്ന ജില്ലകള് പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി. പമ്പാ നദിയിലെ പ്രധാന വെള്ളച്ചാട്ടം പേനരുവി എവിടെ? പെരുന്തേനരുവി, പത്തനംതിട്ട. പമ്പാ നദിയെ മാലിന്യമുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻ പ്രകാരം ആരംഭിച്ച പദ്ധതി. അതായത് പമ്പയെ വിമുക്തമാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻ പ്രകാരം ആരംഭിച്ച പദ്ധതിയാണ് ഏത്? പമ്പ ആക്ഷൻ പ്ലാൻ. പമ്പ ആക്ഷൻ പ്ലാൻ. അതായത് പമ്പയെ വിമുക്തമാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നാഷണൽ റിവർ കൺസർവേഷന്റെ പ്ലാൻ പ്രകാരം ആരംഭിച്ച പദ്ധതിയാണ് പമ്പ ആക്ഷൻ പ്ലാൻ. അച്ചൻ കോവിലാറ്, അതായത് അച്ചൻ കോവിലാർ ഏതാ? പമ്പയുടെ ഒരു പോഷക നദിയാണ് അച്ചൻ കോവിലാറ്. അച്ചൻ കോവിലാറ് പമ്പാ നദിയിൽ ചേരുന്ന സ്ഥലമാണേത്? വിയാപുരം. അപ്പൊ അച്ചൻ കോവിലാറ് പമ്പാ നദിയിൽ ചേരുന്ന സ്ഥലമാണേത്? വിയാപുരം. ഓക്കെ, അപ്പം അച്ചൻ കോവിലാറ് പമ്പാ നദിയിൽ ചേരുന്ന സ്ഥലം ഏതാണ്? വിയാപുരം. അതുപോലെ പന്തളം പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദിയാണ് ഏത്? ഏതാ? അച്ചൻ കോവിലാറ്. അച്ചൻ കോവിലാറാണ് അച്ചൻ കോവിലാണ് പന്തളം പട്ടണത്തിൽ ചുറ്റി ഒഴുകുന്ന നദി. അപ്പൊ പമ്പ നദി ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാ? പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി. അതുപോലെ പമ്പാ നദിയിലെ പ്രധാന വെള്ളച്ചാട്ടമാണ് ഏത്? പെരുന്തേനരുവി. എവിടെയാ? പത്തനംതിട്ടയില്. ഇനി പമ്പാ നദിയെ മാലിന്യമുക്തമാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നാഷണൽ റിവർ കൺസർവേഷൻ പ്രകാരം ആരംഭിച്ച പദ്ധതിയാണിത് പമ്പ ആക്ഷൻ പ്ലാൻ. അച്ചൻ കോവിലാറ് പമ്പാ നദിയിൽ ചേരുന്ന സ്ഥലമാണേത്? വിയാപുരം. പന്തളം പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദിയാണേത്? അച്ചൻ കോവിലാറ്. അടുത്ത ചാലിയാർ. ചാലിയാർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ 4ാമത്തെ നീളം കൂടിയ നദിയാണ് ഏത്? ചാലിയാർ. അപ്പൊ കേരളത്തിന്റെ 4ാമത്തെ നീളം കൂടിയ നദിയാണ് ഏത്? ചാലിയാർ. 1ാമത്തെ നീളം കൂടിയ നദിയാണ് പെരിയാർ, 2ാമത്തത് ഭാരതപ്പുഴ, 3ാമത്തത് പമ്പ, 4ാമത്തത് ചാലിയാർ. അപ്പൊ കേരളത്തിലെ 4ാമത്തെ നീളം കൂടിയ നദിയാണ് ഏത്? ചാലിയാർ. ചാലിയാറിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഇളമ്പലേരിക്കുന്നിലാണ് എന്ത്? ചാലിയാറിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. ഈ ഇളമ്പലേരിക്കുന്ന് എവിടെയാ? ഇളമ്പലേരിക്കുന്ന് എന്ന് പറയുന്നത് വയനാട്ടിലാ. ഓക്കെ, അപ്പം ചാലിയാറിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഇളമ്പലേരിക്കുന്ന്, എവിടെ? വയനാട്. ഇനി കല്ലായിപ്പുഴ, ബേപ്പൂർ പുഴ, ചൂലിക നദി എന്ന പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്ന നദിയും കൂടിയാണ് ചാലിയാർ. ചാലിയാർ എന്തൊക്കെ പേരിൽ അറിയപ്പെട്ടിരുന്നത്? കല്ലായിപ്പുഴ, ബേപ്പൂർ പുഴ, ചൂലിക നദി എന്ന പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്നതാണ് ചാലിയാർ. ഇനി പ്രധാന പോഷക നദികളാണ് ഏത്? ഇരുവഞ്ഞിപ്പുഴ, ചെറുപുഴ, കരിമ്പുഴ, പുന്നപ്പുഴ. ഇത്രയാണ് പ്രധാന പോഷക നദികൾ. ഏതൊക്കെ? ഇരുവഞ്ഞിപ്പുഴ, ചെറുപുഴ, കരിമ്പുഴ, പുന്നപ്പുഴ. അപ്പൊ കേരളത്തിലെ 4ാമത്തെ നീളം കൂടിയ നദിയാണ് ചാലിയാറ്. അതുപോലെ ചാലിയാറിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഇളമ്പലേരിക്കുന്ന്, എവിടെ? വയനാടില്. ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്? കല്ലായിപ്പുഴ, ബേപ്പൂർ പുഴ, ചൂലിക നദി എന്ന പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്ന നദിയാണ് ചാലിയാറ്. പ്രധാന പോഷക നദികളാണ് ഏത്? ഇരുവഞ്ഞിപ്പുഴ, ചെറുപുഴ, കരിമ്പുഴ, പുന്നപ്പുഴ. ഇനി ചാലിയാർ ഒഴുകുന്ന ജില്ലകൾ ഏതാ? ചാലിയാർ ഒഴുകുന്ന ജില്ലകൾ എന്ന് പറയുന്നത് വയനാട്, അപ്പം ചാലിയാർ ഒഴുകുന്ന ജില്ലകളാണ് വയനാട്, അതുപോലെ
മലപ്പുറം, മലപ്പുറം, കോഴിക്കോട്. കോഴിക്കോട്. അപ്പൊ ചാലിയാർ ഒഴുകുന്ന ജില്ലകളാണ് ഏതൊക്കെ? വയനാട്, മലപ്പുറം, കോഴിക്കോട്. ഇനി ചാലിയാർ അറബിക്കടലുമായി ചേരുന്നത് എവിടെ വെച്ച്? ബേപ്പൂരിൽ വെച്ച്. അപ്പൊ ചാലിയാർ അറബിക്കടലിനോട് ചേരുന്നത് ബേപ്പൂരിൽ വെച്ച്. പിന്നെ കേരളത്തിലെ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരവും കൂടിയാണ് ചാലിയാർ. അപ്പൊ കേരളത്തിലെ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദിയും കൂടിയാണ് ഇത് ചാലിയാർ. കേരളത്തിൽ വായുജല മലിനീകരണത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമാണ് ഇത് ചാലിയാർ പ്രക്ഷോഭം. അതായത് കേരളത്തില് ആദ്യമായിട്ട് വായുജല മലിനീകരണത്തിന് നടത്തിയ ആദ്യത്തെ പ്രക്ഷോഭമാണ് ഇത് ചാലിയാർ പ്രക്ഷോഭം. പിന്നെ ചാലിയാർ സംരക്ഷണ സമിതിയുടെ നേതാവ് ആരാ? കെ റഹ്മാനാണ്. അതായത് ചാലിയാർ സംരക്ഷണ സമിതിയുടെ നേതാവ് എന്ന് പറയുന്നത് കെ റഹ്മാനാണ്. അപ്പം എന്താ ചാലിയാർ ഒഴുകുന്ന ജില്ലകളാണ് വയനാട്, കോഴിക്കോട്, മലപ്പുറം. ഇനി ചാലിയാർ അറബിക്കടലിനോട് പതിക്കുന്ന സ്ഥലം എവിടെയാ? ബേപ്പൂരിൽ വെച്ചാണ് ചാലിയാർ അറബിക്കടലിനോട് ചേരുന്നത്. പിന്നെ കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദി തീരവും കൂടിയാണ് ഇത് ചാലിയാർ എന്ന് പറയുന്നത്. പിന്നെ കേരളത്തിലെ വായുജല മലിനീകരണത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമാണ് ചാലിയാർ പ്രക്ഷോഭം. ചാലിയാർ സംരക്ഷണ സമിതിയുടെ നേതാവ് എന്നറിയപ്പെട്ടിരുന്നത് ആരാ? കെ റഹ്മാനാണ്. ഓക്കെ, അപ്പം കേരളത്തിലെ നാലാമത്തെ നീളം കൂടിയ നദിയാണ് ഏത്? ചാലിയാർ. ചാലിയാറിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഇളമ്പലേരിക്കുന്ന് ഇവിടെ വയനാട്ടിലാണ്. എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്? കല്ലായിപ്പുഴ, ബേപ്പൂർ പുഴ, ചൂലിക നദി. പിന്നെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാ? ഇരുവഞ്ഞിപ്പുഴ, ചെറുപുഴ, കരിമ്പുഴ, പുന്നപ്പുഴ, ചാലിപ്പുഴ. പിന്നെ ചാലിയാർ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാ? വയനാടുണ്ട്, മലപ്പുറം ഉണ്ട്, അതുപോലെ കോഴിക്കോടും ഉണ്ട്. പിന്നെ ചാലിയാർ അറബിക്കടലുമായി ചേരുന്നത് എവിടെ വെച്ചാൽ? ബേപ്പൂരി വെച്ചിട്ടാണ്. എവിടെ വെച്ചാൽ ചേരുന്നത്? ബേപ്പൂരി വെച്ച്. പിന്നെ കേരളത്തിലെ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള ഒരു നദീതീരവും കൂടിയാണ് ഏത്? ചാലിയാർ. പിന്നെ കേരളത്തിലെ വായുജല മലിനീകരണത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ഏത്? ചാലിയാർ പ്രക്ഷോഭമാണ്. പിന്നെ ചാലിയാർ സംരക്ഷണ സമിതിയുടെ നേതാവ് എന്ന് പറയുന്നത് കെ റഹ്മാനാണ്. ഇനി അതുപോലെ ചാലിയാറിന്റെ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറി, ഏത് ഫാക്ടറിയാ ചാലിയാർ മലിനീകരണത്തിന് കാരണമായത്? ഗോ ഗോളിയോർ റയോൺസ് ആണ്. ഗോളിയോർ റയോൺസ് എവിടെയാ? മാവൂരിലാണ് റയോൺസ് എന്ന് പറയുന്ന ഫാക്ടറി ഉള്ളത്. ഓക്കെ, അപ്പം ചാലിയാറിന്റെ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറിയാണ് ഇത് ഗ്വാളിയർ റയോൺസ്. അതുപോലെ അതെവിടെയാ? മാവൂരില്. പിന്നെ കേരളത്തിലെ മലിനീകരണം ഏറ്റവും കൂടിയ നദികൾ ഏതൊക്കെയാ? രണ്ട് നദികളുണ്ട്. കേരളത്തിലെ രണ്ട് നദികളിൽ എന്താ ഏറ്റവും കൂടുതൽ മലിനീകരണം, അതായത് കേരളത്തിൽ മലിനീകരണം ഏറ്റവും കൂടിയ നദികളാണ് ഒന്നെന്ന് പറയുന്നത് ചാലിയാറ്. ഒന്ന് ചാലിയാറും രണ്ടേതാ? രണ്ട് പെരിയാറാണ്. പെരിയാറ്. പെരിയാറും. അപ്പം ചാലിയാറിന്റെ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറിയാണ് ഇത് ഗോളിയർ റയോൺസ്. എവിടെയത്? മാവൂരില്. പിന്നെ കേരളത്തിൽ മലിനീകരണം ഏറ്റവും കൂടിയ നദികളാണ് ഇത് പെരിയാറും അതുപോലെ നദികളാണ് പെരിയാറും ചാലിയാറും. പിന്നെ അതുപോലെ എന്താ കേരളത്തിലെ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദിയാണ് കുന്തിപ്പുഴ. അപ്പൊ മലിനീകരണം ഏറ്റവും കുറഞ്ഞത് എവിടെ? കുന്തിപ്പുഴ. ഏറ്റവും കൂടുതലുള്ളത് പെരിയാറിലും ചാലിയാറിലും. അതുപോലെ ചാലിയാർ മലിനീകരണത്തിന് കാരണമായ